നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് തുറന്ന പോരിലേക്ക് പോവുകയാണ്. KPCC ദേശീയ നേതൃത്വത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പുനലൂരിലെ പ്രാദേശിക നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. കിഴക്കൻ മലയോര മേഖലയിലെ മുതിർന്ന നേതാവായ DCC നേതാവ് കൂടിയായ ജില്ലാ നേതാവ് കൂടിയായ നെൽസൺ സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കാനാണ് ഇന്ന് പുനലൂരിൽ ചേർന്ന സംയുക്ത നേതൃയോഗം തീരുമാനിച്ചത്. സംയുക്ത ബ്ലോക്ക് കമ്മിറ്റികളുടെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവായ നെൽസൺ സെബാസ്റ്റ്യനെ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 3 മണിക്ക് രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആ മുതിർന്ന നേതാക്കളടക്കം, അതായത് KPCCയുടെ മുൻ ഉപാധ്യക്ഷൻ, ഒപ്പം തന്നെ KPCCയുടെ സെക്രട്ടറി സൈമൺ അലക്സ്, DCC ജനറൽ സെക്രട്ടറിമാരായ K ശശിധരൻ, ഏരൂർ സുഭാഷ്, SC സഞ്ജയ് ഖാൻ, PV വേണുഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് മുതിർന്ന നേതാവായ നെൽസൺ സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയുന്ന വാദം എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന് ഒരാവശ്യം പ്രാദേശിക നേതൃത്വം ഉന്നയിച്ചു. അന്ന് KPCC നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്, ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ മത്സരിക്കുന്നെങ്കിൽ അത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവും, അതുപോലെ തന്നെ പുനലൂരിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കുമെന്നായിരുന്നു. എന്നാൽ ആ തീരുമാനമെല്ലാം ഇപ്പോൾ കാറ്റിപ്പറത്തി വീണ്ടും ലീഗിന് ഈ മണ്ഡലം കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധം എന്ന തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ ചേർന്നെടുത്തൊരു തീരുമാനമല്ലത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് എടുത്തൊരു തീരുമാനമാണ്. ഈ തീരുമാനത്തിന് പുറകെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിറകെ തന്നെ നേതാക്കളുടെ കൂടി സാന്നിധ്യത്തിൽ പുനലൂർ പട്ടണത്തിൽ ഇറങ്ങി സ്ഥാനാർത്ഥിയായ നെൽസൺ സെബാസ്റ്റ്യൻ വോട്ട് തേടി. അദ്ദേഹം വ്യാപാരികളെയും നാട്ടുകാരെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയൊക്കെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇനിയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പുനലൂരിൽ കോൺഗ്രസിൻ്റെ അടിവേര് തന്നെ ഇല്ലാതാവും. സാധാരണഗതിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖലയാണ് കൊല്ലം ജില്ലയിലെ ഈ പുനലൂർ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു അനുകൂല സാഹചര്യം ഉണ്ടായപ്പോൾ, വിജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും നേതൃത്വം പക്ഷേ ഇത് അവഗണിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാതെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉച്ചയോടുകൂടി തന്നെ മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും 23-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. അതിനകം വെച്ച് ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു അനുനയ നീക്കം നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ നെൽസൺ സെബാസ്റ്റ്യൻ്റെ പേര് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. ഈ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ് യോഗം കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കളൊക്കെ ഏറെക്കുറെ പറഞ്ഞിരുന്നെങ്കിലും സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഒരു പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സൈമൺ അലക്സോ അല്ലെങ്കിൽ SC സഞ്ജയ് ഖാനോ ആണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും ഒഴിവാക്കി നെൽസൺ സെബാസ്റ്റ്യൻ എന്ന മുതിർന്ന നേതാവിലേക്ക്, വളരെ അപ്രതീക്ഷിതമായി മുതിർന്ന നേതാവിലേക്ക് തന്നെ ഈ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുകയാണ്. നെൽസൺ സെബാസ്റ്റ്യൻ വോട്ട് തേടി ജനങ്ങൾക്കിടയിലും ഇറങ്ങി. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കൈവിടില്ലെന്നുള്ള ഉറപ്പിന്മേലാണ് ഞാൻ ഇത്തരത്തിൽ വലിയൊരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ ഉണ്ടാകണമെന്ന് പ്രവർത്തകരോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വളരെ കയ്യടിയോടെ കൂടിയാണ്, ആവേശത്തോടെയാണ് ഇന്ന് കൂടിയ പ്രവർത്തകർ നേതൃത്വവും സ്വീകരിച്ചത്. എന്തായാലും പുനലൂർ നിയോജക മണ്ഡലത്തിൽ തുറന്ന പോരിലേക്ക് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രാദേശിക നേതൃത്വം പോകുന്നു എന്ന് തന്നെ നമുക്കറിയാം. എന്തായാലും ഈ വരുന്ന ദിവസങ്ങൾ 1-2 ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലൊരു അനുനയ നീക്കം നടന്നേക്കാം. ഒരു പക്ഷേ ഈ നെൽസൺ സെബാസ്റ്റ്യന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു പക്ഷേ മത്സരിക്കാൻ കഴിയില്ല. കാരണം DCCയുടെ അടക്കം കത്തുണ്ടെങ്കിൽ മാത്രമേ ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കിടക്കൂ. DCC ഇവർക്ക് അനുകൂലമായൊരു നിലപാട് ഔദ്യോഗികമായി സ്വീകരിച്ചാൽ അത് സംസ്ഥാന തലത്തിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും. ലീഗ് ഒരു പക്ഷേ കടുത്ത നടപടികളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ഈ നെൽസൺ സെബാസ്റ്റ്യൻ ഏത് തരത്തിൽ മത്സരിക്കും, ഒരു പക്ഷേ കോൺഗ്രസ് പിന്തുണയോടുകൂടിയ സ്വതന്ത്രനായിട്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയൂ. എന്തായാലും നിലവിലത്തെ വിവരമനുസരിച്ച് ശക്തമായ പോരാട്ടത്തിന് ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവരുടെ മുതിർന്ന നേതാവിനെ തന്നെ, നെൽസൺ സെബാസ്റ്റ്യൻ എന്ന സൗമ്യനായ, കോൺഗ്രസിൽ താരതമ്യേന സൗമ്യ സ്വഭാവമുള്ള, അത്യാവശ്യം ഈ എല്ലാവരുമായിട്ടും ഈ പുനലൂർ മേഖലയിലൊക്കെ നല്ല സ്ഥിര പരിചയമുള്ള കോൺഗ്രസിലെ സൗമ്യമുഖമായ നെൽസൺ സെബാസ്റ്റ്യനെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ച് പോരാട്ടത്തിന് അവർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്.